നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. എച്ചിപ്പാറയിൽ വീടിനു നേരെ കാട്ടാന ആക്രമണം. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നിർമ്മല മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ വിദ്യാലയത്തിൽ സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മാണോദ്ഘാടനം നടത്തി. റേഷൻ കടയിൽ അരി എത്തിയില്ല. റേഷൻ കടയുടമ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. എച്ചിപ്പാറയിൽ വീടിനു നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. എച്ചിപ്പാറ സ്വദേശി തവരംകുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ആക്രമണം. ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്ന് ഓടിമാറി. ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭീതി ഒഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത്. ഒരാഴ്ച മുൻപ് ഇവരുടെ വീട്ടിലെ തൊഴുത്ത് ആന തകർത്തിരുന്നു. സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടു. കാട്ടാനശല്യം മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് ഒരു പരിധിവരെ തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തുടി പറഞ്ഞു. കാട്ടാന ശല്യത്തിനു പുറമെ കുരങ്ങിന്റെയും മലയണ്ണാന്റെയും ശല്യം മൂലം കൃഷി നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. പിന്നെ ഞാൻ ഇവിടെ താമസമായിട്ട് കുറെ കാലമായി. ചെറുപ്പം മുതലേ ഇവിടെ താമസമുള്ളതാണ്. ഇപ്പം ഇത്രയും കാലത്തിലടക്ക് നമുക്ക് ഈ ആനയുടെ ശല്യം വന്നത് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടാണ് മെയിനായിട്ട് ഇവിടെ ആനയുടെ ശല്യം വരുന്നത്. ഇവിടെ ഈ പുഴയുടെ അടുത്ത് കൂടി 2 സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലെ പുഴ കടന്നും കൂടെ വരുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മിഞ്ഞാന്ന് വന്നിട്ട് അതേമാതിരി വാഴ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വാഴ വന്ന് വലിച്ചു കൊണ്ടുവരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നിർമ്മല മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടത്തിയ വിതരണം കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. പ്രോജക്ട് അസോസിയേറ്റ് ഡോക്ടർ അർച്ചന മെൻസ്ട്രൽ കപ്പ് ഉപയോഗത്തെക്കുറിച്ച് ഗുണഭോക്താക്കൾക്ക് ക്ലാസ് എടുത്തു. PHN റോസമ്മ, പഞ്ചായത്ത് അംഗം സജിനി സന്തോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുധ TG എന്നിവർ സംസാരിച്ചു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി 2ാം വർഷത്തിലേക്ക് എത്തിയപ്പോൾ കുറച്ചുകൂടി സുതാര്യമായ രീതിയിലാണ് വരികയും അത് നമുക്ക് കൂടുതൽ അതിന് വേണ്ട ഫണ്ട് നമുക്ക് ഉപയോഗിക്കാനായി ആദ്യഘട്ടത്തിൽ ഫണ്ട് നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത മെൻസ്ട്രൽ കപ്പിന്റെ പരിപാടി ഗുണഭോക്താക്കളെ കണ്ടെത്തി അത് കൊടുക്കുക എന്ന പരിപാടി നമ്മൾ 2-3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആദ്യമായിട്ട് ഉദ്യോഗസ്ഥർ ആശാവർക്കർമാർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കാണ് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ബസ് ഉടമകളും ജീവനക്കാരും ഇരിങ്ങാലക്കുടയിൽ പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തൃശൂർ റൂറൽ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ DYSP സുരേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പായത്. മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലും മറ്റ് ഡീവിയേഷനുള്ള സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാമെന്നും കരുവന്നൂർ അഞ്ചോവ പെട്രോൾ പമ്പിനു സമീപം കലുങ്ക് നിർമ്മാണം നടക്കുന്നിടത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ചെറുവാഹനങ്ങൾക്ക് ഊരകം പല്ലിശ്ശേരി വഴി രാജ കമ്പനി പരിസരത്തേക്ക് എത്തുന്ന വിധത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താമെന്നും സ്റ്റുഡന്റ് പോലീസിനെ കൂടുതൽ സ്ഥലങ്ങളിൽ ഏർപ്പെടുത്താമെന്നുമുള്ള ഉറപ്പിലാണ് ഒത്തുതീർപ്പായത്. മാപ്രാണം ലാൽ ആശുപത്രി പരിസരത്ത്
ഗതാഗത നിയന്ത്രണം തെറ്റിച്ചെത്തിയ വാഹനങ്ങൾക്കെതിരെ ബസ് ഉടമകൾ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകി. മാപ്രാണം മുതൽ പുത്തൻതോട് വരെ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ നിലവിൽ തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് ഒറ്റവരി ഗതാഗതമാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ പൊറുത്തിശ്ശേരി വഴി ചെമ്മണ്ട, കാറളം, മൂർക്കനാട് വഴി പുത്തൻതോട് എത്തി തിരിഞ്ഞു പോകേണ്ടതാണ്. ഈ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിച്ച് വലിയ തോതിൽ നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ എത്തുന്നത് ഗതാഗത കുരുക്കിന് കാരണമാണ്. നിരന്തരം റോഡിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയും ബസ്സുകളുടെ ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യവും വന്നതോടെയാണ് ശനിയാഴ്ച രാവിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ആനന്ദപുരം ശ്രീകൃഷ്ണ വിദ്യാലയത്തിൽ സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മുരിയാട് പഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ നിർമ്മിക്കുന്ന സാനിറ്റേഷൻ കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി നിർവഹിച്ചു. വാർഡ് മെമ്പർ കെ വൃന്ദകുമാരി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്ത്, PTA പ്രസിഡന്റ് TS മനോജ് കുമാർ, പ്രധാന അധ്യാപകൻ T അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മാനേജർ പ്രതിനിധി AN വാസുദേവൻ സ്വാഗതവും മാതൃസംഗമം പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ നിജി വത്സൻ നന്ദിയും അറിയിച്ചു. പഞ്ചായത്ത് എഞ്ചിനീയർ, ഓവർസിയർ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2024 DG ഡിസ്ക് ആൻഡ് കമന്റേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിവിൽ ഡിഫൻസ് പാലക്കാട് റീജിയണൽ ചീഫ് വാർഡൻ CK ബിനീഷിനെ തൃശൂർ ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അനുമോദിച്ചു. ജില്ലാ ഫയർ ഓഫീസർ MS സുവി ഉപഹാരം നൽകി അനുമോദനം നൽകി. കാറളത്ത് വീടിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് മോഷണം. 10 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. കാറളം നന്ദിയിലെ ഗെയിൽ ഓഫീസിന് സമീപം താമസിക്കുന്ന പൊന്നാരി പ്രേമന്റെ വീട്ടിലാണ് മോഷണം. പ്രേമന്റെ സഹോദരനെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പ്രേമന്റെ ഭാര്യ ജോലിക്കും മക്കൾ സ്കൂളിലും പോയതിനാൽ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ നിന്നും വന്നപ്പോൾ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തി. പിൻവശത്തെ വാതിൽ തുറന്നു കിടന്നിരുന്ന നിലയിലായിരുന്നു. മോഷ്ടാവ് ഇതുവഴി രക്ഷപ്പെട്ടിരിക്കാമെന്ന് കരുതുന്നു. കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൂടുതൽ വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നു. റേഷൻ കടയിൽ അരി എത്തിയില്ല. റേഷൻ കടയുടമ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം നടത്തി. കാടുകുറ്റി പഞ്ചായത്തിലെ വാളൂരിലെ റേഷൻ വ്യാപാരി PK നൌഷാദാണ് പൊരിവെയിലത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. താലൂക്കിലെ 17 റേഷൻ കടകൾക്ക് 1-ാം തീയതിയായിട്ടും റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്തിട്ടില്ല. വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാരനും ചുമട്ട് തൊഴിലാളികളും തമ്മിലുള്ള തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. പ്രതിഷേധ സമരം നടത്തിയ നൌഷാദിന് പിന്തുണയുമായി AKRDA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PD പോൾ, ചാലക്കുടി നഗരസഭ മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, എബി ജോർജ്, കൌൺസിലർമാരായ ഷിബു വാലപ്പൻ, ജോർജ് തോമസ് മാളേക്കൽ എന്നിവർ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. റേഷൻ കടയിൽ സാധനങ്ങൾ എത്തിയതോടെ കടയുടമ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു. അവസാനം ജനുവരി മാസം 31-ാം തീയതി കൊടുത്തു തീർക്കേണ്ട അരി ഈ കരാറുകാരൻ 31-ാം തീയതി ആയിട്ട് പോലും കൊടുത്തില്ല. അങ്ങനെ കരാറുകാരനും തൊഴിലാളികളും 31-ാം തീയതി ഉച്ചയ്ക്ക് ഒരു തർക്കമുണ്ടാക്കുകയും ആ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 17 റേഷൻ കടയിലേക്ക് 31-ാം തീയതി റേഷൻ സാധനങ്ങൾ കയറ്റിയില്ല. അതിരപ്പള്ളി റൺ മാരത്തൺ 2025മായി ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബ്ബ്. ചാലക്കുടിക്കാരെ വീണ്ടും ഓടാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ചാലക്കുടി സെൻട്രൽ റോട്ടറി അതിരപ്പള്ളി റൺ എന്ന പേരിൽ മാരത്തൺ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. മാരത്തൺ 2025 എന്ന പേരിൽ ഫെബ്രുവരി 23-ാം തീയതി ഞായറാഴ്ച സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിൽ നിന്നാണ് മാരത്തൺ സംഘടിപ്പിക്കുന്നത്. കുട്ടികളിലും യുവാക്കളിലും കൂടാതെ പ്രായമായവരിലും ഒരുപോലെ സ്പോർട്സും ആരോഗ്യ സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓട്ടം സംഘടിപ്പിക്കുന്നത്. 3, 10, 21 കിലോമീറ്റർ വിഭാഗങ്ങളിലാണ് മാരത്തോൺ. ചാലക്കുടി പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് 3201 കോർഡിനേറ്റർ ബിബിൻ ജോസഫ് മാണിക്കത്താൻ, പ്രസിഡന്റ് ഡോക്ടർ ജെറി ജേക്കബ്, അതിരപ്പള്ളി റൺ മാരത്തൺ ചെയർമാൻ ക്രിസ്റ്റോ തോമസ്, എലക്ട് പ്രസിഡന്റ് അനീഷ് പൈനാടത്ത്, ട്രഷറർ ഷോബി കണിച്ചായി എന്നിവർ പങ്കെടുത്തു. നമ്മൾ അതിരപ്പള്ളി റൺ 2.0 കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ സിൽവർ സ്റ്റോമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിരപ്പള്ളി സിൽവർ സ്റ്റോമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 3 കിലോമീറ്റർ എന്ന 3 വിഭാഗങ്ങളിലായിട്ട് 3 സമയങ്ങളിലായിട്ട് 3 റണ്ണ് നടത്തുന്നു. പുലർച്ചെ 5 മണി മുതൽ 10 മണിക്ക് അവസാനിക്കുന്ന പോലെയാണ് മൊത്തം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഈ 21 കിലോമീറ്ററിലും 10 കിലോമീറ്ററിലും മത്സരിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് അവാർഡ്സ് മൊമെന്റോസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ മത്സരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഒരു ടീഷർട്ട്, ബ്രേക്ക്ഫാസ്റ്റ്, നമ്മൾ ഈ ഓടുന്നതിന്റെ ഇടയിലുള്ള ഹൈഡ്രേഷൻ പോയിന്റ്സ്. IHRDയുടെ വാർഷിക ടെക്നോ കൾച്ചറൽ ഫെസ്റ്റായ തരംഗ് 2025ന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. IHRDയുടെ വാർഷിക ടെക്നോ കൾച്ചറൽ ഫെസ്റ്റായ തരംഗ് 2025ന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം കല്ലേറ്റുംകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ചേർന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷനായി. തരംഗ് 2025ന്റെ ലോഗോ, പ്രമോഷൻ വീഡിയോ, സ്വാഗത ഗാനം എന്നിവ മന്ത്രി പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ ആശ, നിപ്മർ ഡയറക്ടർ ചന്ദ്രബാബു, അനിൽകുമാർ PR, സാബു PA എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,745 രൂപ, പവന് 61,960 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. എച്ചിപ്പാറയിൽ വീടിനു നേരെ കാട്ടാന ആക്രമണം. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നിർമ്മല മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ വിദ്യാലയത്തിൽ സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മാണോദ്ഘാടനം നടത്തി. റേഷൻ കടയിൽ അരി എത്തിയില്ല. റേഷൻ കടയുടമ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.